ക്ലാര എന്നൊരു സ്ത്രീ തന്റെ പേടിപ്പെടുത്തുന്ന ഒരുപാട് അധികാരം കാണിക്കുന്ന ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം മരണം നാടകം കളിച്ചതാണ് കഥ. ആൾ അത്രയ്ക്ക് കൃത്യനിഷ്ഠയുള്ള ഒരാളായിരുന്നത്രേ. ബാത്റൂമിലെ ടവൽ ഒരൽപ്പം ചരിഞ്ഞിരുന്നാൽ പോലും അയാൾ ദേഷ്യപ്പെടും. അതുകൊണ്ട് ക്ലാര എപ്പോഴും ടെൻഷനിലായിരിക്കും. പാചകത്തിനുള്ള ഭരണി പോലും പലതവണ എടുത്തു നോക്കി എല്ലാം കറക്റ്റ് ആണോ എന്ന് ഉറപ്പാക്കും. അവരുടെ പുതിയ സുന്ദരനായ അയൽക്കാരൻ മാർക്കിനെ കണ്ടുമുട്ടിയ ശേഷം ഭർത്താവിന് സംശയമായി. ക്ലാര മാർക്കിന്റെ കമ്പനി ആസ്വദിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അയാൾ കുറ്റപ്പെടുത്തി. ക്ലാര നിഷേധിച്ചിട്ടും അയാളുടെ സംശയം കൂടി വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാർക്ക് ഇവരെ കപ്പലിൽ കറങ്ങാൻ ക്ഷണിച്ചു. യാത്രക്കിടയിൽ കാലാവസ്ഥ മോശമായി. കപ്പലിന്റെ കയറുകൾ പൊട്ടി ഭർത്താവ് കടലിൽ വീണു. മാർക്ക് അദ്ദേഹത്തെ രക്ഷിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയപ്പോൾ ക്ലാരയെ കാണാനില്ലായിരുന്നു. കോസ്റ്റ് ഗാർഡ് ക്ലാരയുടെ വസ്ത്രങ്ങൾ മാത്രമേ കണ്ടെത്തിയുള്ളൂ. തുടർന്ന് ശവസംസ്കാരം നടത്തി. പക്ഷേ ഭർത്താവ് അറിയാത്തൊരു കാര്യമുണ്ടായിരുന്നു. ക്ലാര ഒളിച്ചു നീന്തൽ പഠിച്ചിരുന്നു. ആ കൊടുങ്കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട അവൾ വീട്ടിൽ തിരിച്ചെത്തി. ഒളിപ്പിച്ച പണവും രേഖകളും എടുത്തു. മുടി മുറിച്ച് വിഗ്ഗി വെച്ച് കല്യാണ മോതിരം ഫ്ലഷ് ചെയ്ത് കളഞ്ഞ് അവളുടെ എല്ലാ അടയാളങ്ങളും മായ്ച്ച് എന്നേക്കുമായി അപ്രത്യക്ഷയായി.